നേരത്തെ സുജി ഇവിടെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഭൂരിപക്ഷം ആയിക്കഴിഞ്ഞിരിക്കുന്നു, ഇനിയിപ്പോൾ 57 മണ്ഡലങ്ങളേ ഉള്ളൂ. അത് ഈ ഭൂരിപക്ഷത്തിൽ വരേണ്ടതല്ല, അത് വേറെയാണ്. നോക്കൂ, ഇവിടെ എങ്ങനെയാണ് ഇത്തരത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ കഴിയുന്നത് എന്ന് ഞാൻ അത്ഭുതം കൂറുകയാണ്. സുജിയ പോട്ടെ, സുജിയ ചിലപ്പോൾ സിഫോളജിസ്റ്റുകളെ കേട്ടിട്ടൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷേ അമിത്ഷാ പറയാണ് മൂന്നാമത്തെ മണ്ഡലത്തിൽ, മൂന്നാമത്തെ ഘട്ടത്തിൽ അമിത്ഷാ ഓരോ ഘട്ടം കഴിയുമ്പോഴേ എത്ര സീറ്റായി എന്ന് പറയാണ്. 6ാമത്തെ ഘട്ടം കഴിയുമ്പോൾ പറയാണ് 310 ആയി എന്ന്. മൂന്നാം ഘട്ടത്തിൽ 270 കടന്നു എന്ന് പറഞ്ഞു. അമിത്ഷായ്ക്ക് അറിയാം ഓരോ ഘട്ടത്തിലും എത്ര സീറ്റുകൾ കിട്ടുന്നുണ്ട് എന്ന്. അപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായിട്ടൊരു ടെലിപ്പതി BJP ആഫീസിൽ ഘടിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. നോക്കൂ, അദ്ദേഹം പറയാണ് 4-ാം തീയതി കഴിഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ ഷഹസാദമാർ കുറ്റം പറയുമെന്ന്. അപ്പോൾ അറിയാം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്ന വിധത്തിലുള്ള ഒരു ജനവിധിയാണ് വരുന്നത് എന്നാണ് അമിത്ഷാ ഇപ്പോഴേ കണക്ക് കൂട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് സ്വാഭാവികമായി എന്നെ സംബന്ധിച്ചിടത്തോളം സംശയത്തിലാക്കുന്നുണ്ട്. നമുക്ക് ചില കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരും, ചില വാചകങ്ങളിലൂടെയും വാക്കുകളുടെയും സൂചനകളിലൂടെയും. അതാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. ശരിയാണ്, ഇപ്പോൾ യോഗേന്ദ്ര യാദവ് അല്ലെങ്കിൽ പ്രശാന്ത് കിഷോർ പോലുള്ള സിഫോളജിസ്റ്റുകൾ തർക്കിക്കുന്ന കാര്യങ്ങളിൽ യുക്തിസഹമായ കാര്യങ്ങൾ പ്രശാന്ത് കിഷോർ പറഞ്ഞു, യുക്തിസഹമായ കാര്യങ്ങൾ യോഗേന്ദ്ര യാദവ് പറഞ്ഞു, മറ്റ് സിഫോളജിസ്റ്റുകൾ പറഞ്ഞു. അതാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത്. അവരെ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മളിവിടെ നമ്മുടേതായിട്ടുള്ള അഭിപ്രായത്തിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നത്. ഒന്നത്. രണ്ടാമത്തേത് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇവൻറ്റുകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഡോക്ടർ അരുൺ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പൗരന് ഓർമ്മ വരുന്ന ആദ്യത്തെ കാര്യം എന്താണ്? RSSനെ നിരോധിച്ചു, മഹാത്മാഗാന്ധിയുടെ വധത്തിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലേ? ആ സർദാർ വല്ലഭായ് പട്ടേലിന് 3000 കോടി രൂപയുടെ പ്രതിമ ഉണ്ടാക്കിക്കൊടുത്ത് സർദാർ വല്ലഭായ് പട്ടേലിനെ ഏറ്റെടുത്തു. എന്തിനാണെന്നറിയോ സർദാർ വല്ലഭായ് പട്ടേലിനെ ഏറ്റെടുത്തത്? ജവഹർലാൽ നെഹ്റുവിനെ ഇകഴ്ത്താൻ വേണ്ടി. നോക്കൂ, ലോകം കണ്ട ഒരു സ്റ്റേറ്റ്സ്മാനാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ മതേതര ഘടനയ്ക്ക് അടിത്തറ പാകിയിട്ടുള്ള ഒരു നേതാവാണ് ജവഹർലാൽ നെഹ്റു. ഞാൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആശയത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ ആ വ്യക്തിത്വത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് എന്ന് എനിക്ക് ഉറക്കെ പറയേണ്ടി വരുന്ന സാഹചര്യമാണിത്. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിനെ ഇവർ ഉയർത്തിപ്പിടിച്ചു. മഹാത്മാഗാന്ധിയുടെ ഈ അടുത്ത ദിവസം നരേന്ദ്രമോദി പറയാണ് മഹാത്മാഗാന്ധി 1982 അറ്റൻബറോയുടെ പടം വന്നതിന് ശേഷമാണ് ലോകം അറിഞ്ഞത് എന്ന്. ഇങ്ങനെയൊക്കെ വിവരശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നമ്മുടെ ഒരു പ്രധാനമന്ത്രിക്ക്, അതും എൻ്റയർ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിക്കുന്നു എന്നുള്ളത് അതിശയകരം തന്നെ എന്ന് മാത്രമേ ഞാൻ അക്കാര്യത്തോട്. അപ്പോൾ അവിടെയും മഹാത്മാഗാന്ധി ഏറ്റെടുക്കുകയാണ്. ആരാണ് ഈ മഹാത്മാഗാന്ധി? സമീപകാലത്ത് BJPയുമായിട്ട് മഹാത്മാഗാന്ധി എങ്ങനെയാണ് വാർത്തയിൽ വന്നത്? പ്രഗ്യാ സിംഗ് ഠാക്കൂർ എന്ന് പറയുന്ന ഒരു MP ഓർമ്മയുണ്ടോ? പ്രതീകാത്മകമായി വെടിവെച്ചത് ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ ചിത്രത്തിന് നേരെയാണ്. ഈ പറയുന്ന മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് നേരെ. എന്നിട്ട് നാഥുറാം ഗോഡ്സെയെ കുറിച്ച് പ്രഗ്യാ സിംഗ് ഠാക്കൂർ പറഞ്ഞത് എന്താണെന്നറിയാമോ? അദ്ദേഹം ദേശഭക്തനാണ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ മഹാത്മാഗാന്ധിയോടുള്ള ഐക്യപ്പെടൽ എന്നുള്ളതാണ്. മോദി പറഞ്ഞത് എന്താണ്? ഈ സിനിമ വന്ന ശേഷമാണ് ഗാന്ധിയെ അറിഞ്ഞതെന്ന് മോദി പറഞ്ഞു. അതാണല്ലോ സാറിന്റെ ടേക്ക്. അതിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ. മോദി പറഞ്ഞ വാചകം എന്താണ്? पहली बार जब गांधी फिल्म बनी तब दुनिया में क्यूरियोसिटी हुई, अच्छा ये कौन है? അങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഈ സിനിമ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ക്യൂരിയോസിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. സിനിമ പുറത്തു വന്നപ്പോൾ പറഞ്ഞുതരാം. पहली बार जब गांधी फिल्म बनी तब दुनिया में क्यूरियोसिटी हुई, अच्छा ये कौन है? അങ്ങനെയാണ്. മഹാത്മാഗാന്ധിയെ നിങ്ങളുടെ അർത്ഥമല്ല ഈ ഹിന്ദി വാചകത്തിന്റെ അല്ലല്ല. അല്ലല്ല, സാറ് പറഞ്ഞതിൽ അതായത് ഗാന്ധി എന്ന സിനിമ, അത് ആ സിനിമ പുറത്തു വന്നപ്പോൾ ഫസ്റ്റ് ടൈം ആ സിനിമ പുറത്തു വന്നപ്പോൾ വേൾഡ്, അതായത് ലോകത്തിന് തോന്നിയ ക്യൂരിയോസിറ്റിയുടെ അത് തന്നെയാണല്ലോ ക്യൂരിയോസിറ്റി തന്നെ. അപ്പോൾ ആരാണ് ഈ മനുഷ്യൻ എന്നുള്ള ക്യൂരിയോസിറ്റി, ഇത്രയും വലിയ മനുഷ്യൻ. 1982 ലോകത്തിന് ക്യൂരിയോസിറ്റി തോന്നിയോ? അതായത് ഗാന്ധിജിയെ കുറിച്ച് ചിലപ്പോൾ അൺനോൺ ഫാക്ട്സ് അന്നേരം അറിഞ്ഞ ആളുകൾ ഉണ്ടാകാം. എൻ്റയർ പൊളിറ്റിക്കൽ സയൻസുകാരൻ ഉണ്ടായിട്ടുള്ള സംശയം നമ്മുടെ പാനലിസ്റ്റിനും ഉണ്ടാകുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം
നിന്നോ, അതിനപ്പുറം ഞാൻ പറയുന്നില്ല. ലോകത്തിന് ഈ മഹാത്മാഗാന്ധിയെ പരിചയപ്പെടുത്തി കൊടുത്തത് അറ്റൻബറോയുടെ സിനിമയാണെന്നുള്ളതാണ് നരേന്ദ്രമോദി പറഞ്ഞതിന്റെ ആശയം. അതിനപ്പുറത്തേക്ക് നമ്മൾ ഇനി ഒരു വ്യാഖ്യാനവും ചില ചില്ലറ ഹിന്ദി വാക്കുകൾ കൊണ്ടുവന്ന് നടത്തണം. എന്റെ ഒരു ആശയം വ്യക്തമാക്കി ഞാൻ മുന്നോട്ട് പോട്ടെ. സർദാർ വല്ലഭായ് പട്ടേലിനെ പറഞ്ഞു, മഹാത്മാഗാന്ധിയെ പറഞ്ഞു. അതായത് പ്രഗ്യാ സിംഗ് ഠാക്കൂർ പ്രതീകാത്മകമായി വെടിവെച്ചു കൊന്ന് നാഥൂറാം ഗോഡ്സെയെ രാജ്യസ്നേഹിയായി അവതരിപ്പിച്ച അതേ മഹാത്മാഗാന്ധിയെ ഇതാ കോൺഗ്രസ് ഒറ്റപ്പെടുത്തിയെന്നും ഞങ്ങളാണ് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് എന്നും 82-ൽ സിനിമ വന്നുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ആളാണ് മഹാത്മാഗാന്ധി എന്നും പറഞ്ഞു. അവിടെ നോക്കൂ. പിന്നെ വിവേകാനന്ദന്റെ കുപ്പായ ഇപ്പോഴും ഇടുന്നതും വിവേകാനന്ദനെ കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഈ പറയുന്ന ഈ തട്ടുതൊളിപ്പൻ ഇവന്റുകാരുണ്ടല്ലോ, ഈ തട്ടുപൊളിപ്പൻ ഇവന്റുകാരുടെ പൊടിക്കൈകൾ മാത്രമാണ്, ചില്ലറ പൊടിക്കൈകൾ. ചരിത്രത്തെ ഒന്നും മാറ്റി നിർത്താനൊന്നും കഴിയാതെ ചരിത്രമൊക്കെ അതിൻ്റെതായിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി നീങ്ങും. ഈ പറയുന്ന പൊറാട്ട് നാടകത്തിലൊന്നും ഇതിനകത്ത് ഏറ്റവും കൗതുകരമായ കാര്യം 1982-ൽ ഈ റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ലോകത്തിന് ഇത് ആരാണെന്നറിയാനുള്ള ആകാംക്ഷ വർദ്ധിച്ചു എന്ന് പറഞ്ഞ അറിയാനുള്ള ആകാംക്ഷ, ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നോ എന്നുള്ള ക്യൂരിയോസിറ്റി ഉണ്ടായി എന്നതാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഗാന്ധിജിയെ പോലെ അതുപോലെ ആകാൻ ഇപ്പോൾ ഡോക്ടർ അരുണോ എം വി നികേഷ് കുമാറിനോ എനിക്കോ പറ്റുമോ? ഗാന്ധിക്ക് തുല്യം ഗാന്ധി മാത്രമാണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഗാന്ധിയെ പോലെ അത്രയും ലളിത ജീവിതവും അഹിംസയിലൂടെയുള്ള ഒരു സമരമാർഗവും അതൊക്കെ ഇന്ന് പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ അതേക്കുറിച്ച് ആ രീതിയിൽ ചിന്തിക്കാനോ കഴിയുന്ന ഒരാളെങ്കിലും ഉണ്ടോ? ഇതുപോലൊരു മനുഷ്യൻ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഗാന്ധി ദണ്ഡിയാത്ര നടത്തിയതെന്നാ 1930. അന്ന് ടൈംസ് മാഗസിന്റെ ഫ്രണ്ട് കവറിൽ ആരാ വന്നത്? 1931. ഞാൻ ചോദിക്കട്ടെ, ഗാന്ധിയെ ലോകത്തിന് അറിയില്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നുള്ള ക്യൂരിയോസിറ്റി ലോകത്തിനുണ്ടായി. ആകാംക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? അതുണ്ടായി എന്ന് പറയുന്നതിന് എന്താണ്? ഇങ്ങനെയും ഒരു മനുഷ്യൻ, ഇങ്ങനെയും ഒരാൾക്ക് കഴിയുമോ എന്നൊരു ആകാംക്ഷയുണ്ടായി. ഇത് 1930-ൽ ദണ്ഡിയാത്ര നടത്തി അഹിംസയിലൂടെ സിനിമയിലൂടെയാണ് എന്ന് പറയുന്നു. ഇതിനു മുൻപും ഗാന്ധിയെ കുറിച്ച് സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതെന്താണ് എന്റെ പൊളിറ്റിക്കൽ സയൻസ് മറന്നു? അല്ല, അത് ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ശരിക്കുള്ള പൊളിറ്റിക്കൽ സയൻസിൽ എന്റെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഇതുവരെ ഞാൻ കേട്ടിട്ടില്ലാത്തൊരു ഡിഗ്രി, ഇതുവരെ പുറത്തു വരാത്തൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അല്ല, ആ കേൾക്കൂ, ഞാൻ പറയട്ടെ, എന്റെ പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ച് പഠിച്ച ഗാന്ധിക്ക് നരേന്ദ്രമോദിക്ക് 1931 ടൈംസ് മാഗസിൻ എന്തുകൊണ്ട് അറിയാതെ പോയി? 1969 ശതാബ്ദി ആഘോഷവേളയിൽ 40 രാജ്യങ്ങളുടെ സ്റ്റാമ്പ് ഇതേ ഗാന്ധിയുടെ പേരിലാണ്. ഗാന്ധിജി അങ്ങനെയല്ല. ഞാൻ പറയട്ടെ ഡോക്ടർ അരുൺ, ഈ ക്യൂരിയോസിറ്റി വളച്ചൊടിച്ചുള്ള ആഖ്യാനത്തിലൂടെ നരേന്ദ്രമോദിയെ മോശമായി അവതരിപ്പിച്ചു, നരേന്ദ്രമോദി ഗാന്ധിയെ മോശമായി അവതരിപ്പിച്ചു എന്ന് വരുത്തണമെങ്കിൽ വരുത്തിക്കോളൂ. യാഥാർത്ഥ്യം അറിയാവുന്ന ആളുകൾ ഈ നാട്ടിലുണ്ട്. 1982 റിച്ചാർഡ് ആറ്റൻബറോയുടെ സിനിമയിലൂടെ ലോകത്തിലെ ആളുകൾക്ക് കൗതുകം വർദ്ധിച്ചു, ക്യൂരിയോസിറ്റി വർദ്ധിച്ചു. ഇത് ആരാണെന്നറിയാൻ. അതിനു മുൻപ് കോൺഗ്രസ് ഒന്നും ചെയ്തില്ലെന്നാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ നമുക്കിടയിൽ ഉണ്ടായി. ഇതൊക്കെ ആൽബർട്ട് ഐൻസ്റ്റീൻ പണ്ടേ വിട്ട സീനാണെന്ന്. ആൽബർട്ട് ഐൻസ്റ്റീൻ 1948 പറഞ്ഞത് ലോകത്ത് മുഴുവൻ ആൾക്കാർ പറഞ്ഞ് പടിഞ്ഞുകൊണ്ട് നടക്കുക. എന്താ പറഞ്ഞെന്നറിയാമോ? ഇങ്ങനൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് മജ്ജയും മാംസവും ഉള്ള മനുഷ്യൻ അറിയുമോ എന്ന് ചോദിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീനാ. അത് എന്താണെന്നറിയാമോ? 24 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ വിശ്വസിക്കില്ല. അതായത് ഇങ്ങനെ ഒരു മനുഷ്യൻ ഭൂലോകത്ത് ജീവിച്ചിരുന്നതായി വിശ്വസിച്ചിരിക്കില്ല എന്ന് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അതെന്നാണ് ഈ നരേന്ദ്രമോദി ഈ സീൻ പറയുന്നതിന് മുൻപ് 24 വർഷങ്ങൾക്ക് മുമ്പ്. എന്നിട്ടാണ് ഒരു മനുഷ്യൻ ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ രസകരമായ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഈ വിവേകാനന്ദ പാറ എന്നാണല്ലോ നമ്മൾ ഇതുവരെ അറിയപ്പെട്ടിരുന്നത്. ഇനി അതൊരു മോദിപ്പാറയായി മാറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ചില നിരീക്ഷകർ പറയുന്നത്. എങ്ങനെയെന്നാൽ വിവേകാനന്ദൻ ഈ പാറയിലേക്ക് പോയിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണമുണ്ട്. ആ നിരീക്ഷണം നടത്തിയിരിക്കുന്നത് നമ്മളുടെ മകരന്ദാർ പരഞ്ച്പേ എന്ന് പറയുന്ന ഒരു അക്കാദമിക് പണ്ഡിതനാണ്. ഈ പണ്ഡിതൻ എന്ന് പറയുന്നത് ഇവരുടെ ഈ BJP യുടെ ഒരു സൈദ്ധാന്തികനായ ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് വിവേകാനന്ദൻ 1892 ഈ പാറയിലേക്ക് നീന്തിക്കടന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതിനുള്ള ഏക തെളിവെന്ന് പറയുന്നത് ഈ രാമകൃഷ്ണാനന്ദയ്ക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ രാമകൃഷ്ണാനന്ദയ്ക്ക് എഴുതിയിരിക്കുന്ന ഒരു കത്താണ്. ആ കത്തിനെ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നൊരു ആശയമാണ് ഇദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വിവേകാനന്ദൻ പോകാത്ത പാറയിൽ ധ്യാനനിരതനായി ലോകശ്രദ്ധയെ ആകർഷിച്ച 1982 സിനിമ പോലെ ഈ 2020
2024 ശേഷം ലോക ശ്രദ്ധയിലേക്ക് ആ പാറയെ കൊണ്ടുവരുന്ന പാറയ്ക്ക് വിവേകാനന്ദ പാറ എന്നല്ല പേര് ചേരുന്നതെന്ന് ഇനി ഒരു കാലഘട്ടത്തിൽ അറിയപ്പെടുമായിരിക്കും. സുജയ പറഞ്ഞതുപോലെ. ഗണപതി എന്തായാലും 9 Hours to Rama എന്ന അല്ല 9 Hours to Rama എന്ന മാർക്ക് റോബിൻസന്റെ സിനിമ നിരോധിച്ച നെഹ്റുവിനേക്കാളും ഭേദമാണ് നരേന്ദ്രൻ. ഓക്കെ. ഗണപതി Meet the editors.